അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഞാൻ ഒരു ഫ്ലാഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഒരു എഴുത്ത് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇതൊന്നും എനിക്ക് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത് നിങ്ങൾക്ക് വേണ്ടി വെറുതെ വെച്ചതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പറയുന്നു ഗൈസ് നിങ്ങൾ ഉണ്ടാക്കിയതൊന്നും കാണിച്ചേ തരുന്നില്ലാന്ന്. അപ്പം ഇന്ന് ഫുള്ള് ഞാൻ അത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഓരോന്നായി എടുത്തുകൊണ്ട് വരാം. കുറേ ഉണ്ട് ഗൈസ് അതാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് മുതൽ ചെറുത് വലുതേക്ക് പോകാന്നാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു ഇതാണ്, പലകി തന്നെയാണ്. ഇതൊക്കെ നല്ല പലകി തന്നെയാണ്, നൈസ് പലകയാണ്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഇത്. ഇനി സെക്കൻഡ് വൺ ഇതും നല്ല കട്ടിയുള്ള പലകയില്ലേ, നല്ല കട്ടിയുള്ള പലക അതിലാണ്. അപ്പോൾ അതിൽ വന്നതാണ് ഗൈസ്. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള പലകയിലാണ് ഇത് ഞാൻ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് മാത്രമാണ് ഞാൻ ക്യാൻവാസിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പൊളി അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റിൽ പറയണം. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ക്യാൻവാസിൽ എനിക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ പലകയൊക്കെ കിട്ടണം, അതൊക്കെ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ ഇതൊക്കെ വെച്ചിട്ട് വരാം. ഇനി വെച്ചിട്ട് വരെ അപ്പോൾ ഗൈസ് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി എന്താ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പറയാൻ തുടങ്ങിയിട്ട് എന്ത് വീഡിയോ എടുക്കാത്ത, വീഡിയോ ഒന്നും ഇടുന്ന കാണണേ ഇല്ല നോക്കാം. അപ്പം എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്കൂളിൽ പോകും, രാവിലെ നേരത്തെ പോകും, എന്നിട്ട് വൈകുന്നേരം വൈകിട്ട് നിറയെ നേരം കഴിഞ്ഞിട്ടുള്ളൂ. ആ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഫ്ലവർ വൈസ് ആണ്. ഇതിൻ്റെ ഫ്ലവറൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോട്ടിൽ മാത്രം ഞാൻ ഇതാക്കിയതാണ്. ഇതിൽ ഫ്ലവർ മാത്രമല്ല, ഇതൊരു ഫ്ലവർ. പിന്നെ ഇതിൽ ഇങ്ങനത്തെ കുറേ സ്മൈലി കാർട്ടൂൺസ് ഇല്ലേ, അതൊക്കെയാണ്. ഞാൻ ഓരോന്നായി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ എനിക്ക് വലുതുണ്ടായിരുന്നു, അതൊക്കെ കാണാനില്ല. അതുകൊണ്ട് ഞാൻ മേലെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും ഉണ്ട് എൻ്റെ കയ്യിൽ ഫ്ലവർ വേസിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രണ്ണമാണ്. അതാണ് എനിക്ക് ഒരുമിച്ചെല്ലാം കൂടി കാണിച്ചു തരാൻ പറ്റാത്തത്. എങ്ങനെയെങ്കിലും താഴെ വീണു. പിന്നെ നല്ലത് ഇതാണ്. ഇതിൻ്റെ കൂടെ ഇന്ന് നാഷണൽ ഫ്ലാഗ് ഉണ്ടാക്കിയതും കൊണ്ട് അതും കൂടി ഇട്ട് വയ്ക്കണം. അപ്പോൾ അതും കൂടി ഇട്ട് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഓരോന്നായി ഇട്ട് വയ്ക്കലാണ് ഏറ്റവും വലിയ പാട്. പിന്നെ നെക്സ്റ്റ് സാധനം ഞാൻ കൊണ്ടുവരാം. എവിടെ നിൽക്കണേ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പെൻ ബോക്സ് ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ പെന്നൊക്കെ ഇട്ട് വെക്കാം. പിന്നെ ഈ ചിലവരൊക്കെ കഴിഞ്ഞ പെന്നൊക്കെ ഇടാൻ സ്പേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. അതൊന്നും പേടിക്കണ്ട. പിന്നെ ഒരു കുഞ്ഞ് ഹൗസ് ഉണ്ട് ഗൈസ് എൻ്റെ, അത് ഞാൻ കൊണ്ടുവരാം. അയ്യോ ഗൈസ് ഇപ്പോൾ വരാം. ഇതെൻ്റെ ഒരു കുഞ്ഞു വീടാണ്. ഇത് ടിഷ്യൂ ബോക്സും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു കുഞ്ഞു ബുക്കാണ് എൻ്റെ. ഞാൻ അതിൽ ഫസ്റ്റ് പേജിൽ ഞാൻ എഴുതിയതാണ്. പിന്നെ സെക്കൻഡ് പേജിൽ ഞാൻ കുറച്ച് ഗിൽറ്റർ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേർഡ് ഒരു ക്രിസ്മസ് ട്രീ ആണ്. പിന്നെ ഞാനൊരു ഈ കളറൊക്കെ അടിയിൽ ചെയ്തിട്ട് ബ്ലാക്ക് കളർ അടിച്ചിട്ട് ചെയ്യുന്നത് ആ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കവായി സ്റ്റിക്കർ കിട്ടി, അപ്പോൾ അതും കൂടി ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത്ര തന്നെ ഉള്ളൂ എൻ്റെ ഈ ഒരു ബുക്കിൽ. കുഞ്ഞു ബുക്കിൽ നിറയെ പേരൊക്കെ ഉണ്ട്. പിന്നെ ഈ ഹിസ്റ്ററി ബുക്ക് പറയുന്ന പോലെ തന്നെ കളറൊക്കെ ആക്കിയ ഒരു ബുക്കാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട്.
ഞാനത് ഓരോരോ പേജിൽ കാണിച്ചു തരാം. നല്ല രസമാണ് കാണാൻ. കണ്ടില്ലേ, ഓരോ പേജസിനും ഡിഫറെൻറ്റ് കളർ. അപ്പോൾ ഒരു പഴയത് ഇതിൽ മാത്രം നല്ല വെയിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഫസ്റ്റ് ആയിട്ട് എടുത്ത എൻ്റെ സ്കെയിലിൻ്റെ ഒരു കവറാണ്. ഈ വർഷം ഫസ്റ്റ് എടുത്ത സ്കെയിൽ കവറ്. പിന്നത്തൊന്നും ഞാൻ വെച്ചില്ല കേട്ടോ. പിന്നെന്താ ഒക്കെ ഞാൻ എടുത്തിട്ട് തന്നെ ചെയ്യാം. ഇത് പിന്നെ ഞാനൊരു മണത്തിന് വേണ്ടി ടിഷ്യൂ മണപ്പിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഒരു മണം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ്. പിന്നെ ഞാനൊരു സൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് എടുത്തു തരാം. കുറച്ച് പാടാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, അതാണ് പ്രശ്നം. ചിലപ്പോൾ വേണമെങ്കിൽ അത് കേടി വരും. അങ്ങനെയൊരു സാധനമാണ്. ഇതൊരു കുഞ്ഞു ഫയലാണ്. ഇതിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടാക്കി കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഞാൻ എന്തായാലും വേറെ വീഡിയോസിൽ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ എന്താ ഉള്ളത്, പിന്നെ അത്യാവശ്യമൊന്നുമില്ല. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. പിന്നെ ഒന്നും കൂടി ഇൻഡിപെൻഡൻസ് ഡേ.